ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധാരണ ഇന്ന് അവധി, പെരുന്നാളിൻ്റെ അവധി ആയതുകൊണ്ട് നമ്മളിന്ന് ഒരു സദ്യകളിൽ ഏറ്റവും പ്രഥമനായ അടപ്രഥമൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കണം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ക്രൂ ഇവിടെ കൂടുതലായിട്ടുണ്ട്. പാചകത്തിൻ്റെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു പാചകക്കാരനൊന്നും അല്ല, എന്നാൽ നമ്മൾ പാചകം ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യും. അപ്പോൾ അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരികയാണ്. ഇത് കുക്കിംഗ് ക്ലാസ്സാ ഒന്നുമല്ല, ഇത് ജസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു അടപ്രഥമൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിക്കാം. അടപ്രഥമൻ്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിക്കാം. ഓക്കെ, ഇത് ഈ സാധനം ഇതെന്താണ്? അട 600 ഗ്രാം ഉണ്ട്. ഇത് എങ്ങനെയുള്ള പിന്നെ ഈ സാധനങ്ങൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഏലക്ക, പിന്നെ ഇത് ചവ്വരി എല്ലാത്തിനും ഉപയോഗിക്കുന്ന സാധനങ്ങൾ. പ്രധാന എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പൊ ഇതെന്തിനാണ് ഈ സാധനം? ഇതിപ്പോ മിൽക്ക് എന്താണ് വാങ്ങിച്ചത്? ഇത് നമ്മൾ തേങ്ങ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചത്. നമ്മളിവിടെ ആയതുകൊണ്ട് തേങ്ങ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിച്ചത്. അപ്പൊ ഇത്ര ഈ 2 തേങ്ങ മതിയോ? അപ്പൊ ഈ 2 തേങ്ങയാണ് ഞങ്ങളിവിടെ നിന്ന് വാങ്ങിച്ചത്. ഇതിപ്പോ നാട്ടിൽ നിന്ന് വന്നതായിരുന്നു ചാൻസ്. ഞങ്ങളിവിടെ കടയിൽ സെർച്ച് ചെയ്ത് കിട്ടിയതാണ്. സാധാരണ ഒരു ഗ്രൈൻഡ് ചെയ്ത കോക്കനട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇത് നല്ല ഒറിജിനൽ കോക്കനട്ട് തന്നെ കിട്ടി. ഇപ്പോൾ ഇത് നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഇത് നാട്ടിൽ നിന്ന് വന്ന നെയ്യാണ്. ഇത് 1 kg നെയ്യാണ്. ഇപ്പം നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പം ഇവിടെ സാധാരണ വെജിറ്റബിൾ ഓയിൽ, വെജിറ്റബിൾ നെയ്യിൻ്റെ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് പ്യുവർ നെയ്യാണ്. പിന്നെ ഞങ്ങൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ്. ഇതിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ നാട്ടിൽ കിട്ടുന്നൊരു സാധനമാണിത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രമാണ്. ഇത് ശരിക്കും ഇതിൻ്റെ പേരെന്താണ്? ഓട്ടുരുളിയാണ്. ഓട്ടുരുളിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഈ സാധനങ്ങളിലായി. ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. അതിന് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര ലിറ്റർ വെള്ളം വേണ്ടി? നമുക്ക് ഇത്ര 3 കവർ അടക്കി 600 ഗ്രാം. അപ്പൊ അതിലേക്ക് ഇത് ഇടുന്നു അല്ലേ? തിളച്ച വെള്ളത്തിലേക്ക് എത്ര മിനിറ്റ് എടുക്കുന്നത്? 10-20 മിനിറ്റ് എടുക്കും. അപ്പൊ അത് ബോയിൽ ചെയ്യണം അല്ലേ? നമ്മൾ ഇത് രണ്ടാമത് ചവ്വരി സ്പെഷ്യലായിട്ട് പ്രത്യേകം വേവിക്കുക. പ്രത്യേകം വേവിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? അത് പെട്ടെന്ന് വേവും. ഇത് ഇത്ര കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് കുറച്ച് ചവ്വരി, ഇത്ര ഗ്രാം ചവ്വരി ഏകദേശം എടുത്ത് ഇത്രയും 100 ഗ്രാം എടുത്തിട്ടുണ്ട് അല്ലേ? 3 കവറിന് വേണ്ടി. ഓക്കെ, അപ്പോഴ് സ്റ്റാർട്ട്. അപ്പോഴ് ഇത് 3 ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്നിട്ട് ഊറ്റണം. ഇത് പാനിയാക്കി എടുക്കുന്നു. ഇത് വെള്ളം തിളച്ച് കളയേണ്ട കാര്യമില്ല. ഇത് മൊത്തത്തിൽ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും റെഡി ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. ഓക്കെ, ഇനി ഇതെന്താണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? അട ഊറ്റണം. സാധാരണ പച്ചവെള്ളത്തിൽ ഊറ്റണം അല്ലേ? ഓക്കെ, വെള്ളത്തിലോട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ചൂടായിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കണം. 50 ഗ്രാം നെയ്യ് ഒഴിക്കുന്നു. സ്റ്റാർട്ട്. ഇനി അടുത്തത് ജസ്റ്റ് എല്ലാ അതായതൊന്നും ഈ പിടിയെ പിടിക്കുന്ന രീതിയിൽ കുഴഞ്ഞു പോകുന്നു. കല്യാണത്തിന് വയ്ക്കുന്ന ടൈപ്പ് ചെയ്യുന്നത് അതാണല്ലോ. പ്രഥമത്തെ ഈ സദ്യയുടെ ഏറ്റവും മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഈ പ്രഥമനാണ്. ഞാൻ സാധാരണ കല്യാണത്തിന് പോകുമ്പോഴേ പ്രഥമനാണ് മെയിൻ നോക്കണം. അവിടെ സദ്യക്ക് കയറുള്ളൂ. എടുക്കും.
സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മുടെ സാധനം നന്നായി തിളച്ചു തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തിളയ്ക്കുമ്പോഴത്തേക്ക് ഇനി ഈ ചവരി എടുത്ത് ഇപ്പോഴും ചവരിയിട്ട് എല്ലാം തിളച്ചിട്ടുണ്ട്. തിളച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഇതിപ്പോൾ രണ്ടാം പാൽ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ല സെറ്റ് ആകുമ്പോഴേക്കും നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പശുമ്പാൽ ഒഴിക്കും. പശുമ്പാൽ നമ്മൾ വാങ്ങി നമ്മൾ ആവശ്യത്തിന് ഒഴിക്കുന്നു. നമ്മളിപ്പോ ഓൾറെഡി എല്ലാം സെറ്റായി. ഇനിയിപ്പോ ലാസ്റ്റ് ആണ് ഇതെന്താണ് ഒന്നാം പാല്. ഒന്നാം പാല് ഇത് ഒഴിച്ച് ഇതിന്റെ തല വരുമ്പോഴത്തേക്കും തിളക്കാൻ പാടില്ല. തല ഇനിയിപ്പോ ഇതെല്ലാം സെറ്റായി. അപ്പൊ നമ്മള് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന് എങ്ങനെ അലങ്കരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ റെഡിയാക്കി നെയ്യിൽ വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ നമ്മളെ പ്രഥമൻ റെഡിയായി. അടപ്രഥമൻ റെഡിയാണ്. അപ്പൊ ഇനി അത് നമുക്കെല്ലാം കൂടെ ഒന്ന് കഴിക്കണം. ഈ അടപ്രഥമൻ കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പായസം റെഡി ആയിട്ടുണ്ട്. പ്രഥമൻ റെഡി ആയിട്ട് ഞങ്ങൾ കുടിച്ചു നോക്കിയാണ്. നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി കിട്ടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചെയ്ത ആളിന് നന്ദി. പിന്നെ ഈ കൂടെ വർക്ക് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. നമ്മളെ ക്രൂ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഇതാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത ആള്. ഈ ആളാണ് മിസ്റ്റർ വിജു.